മിക്കവാറും ഈ മാസം തന്നെ റെഡി ആവും. നമ്മൾ ഈശ്വരനും കൂടി ചിന്തിക്കണം മോനെ, എന്നാലാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ശരിയാവത്തുള്ളൂ. ഓക്കെ അമ്മ, ഓക്കെ അമ്മ. ഞാൻ ഒരു ജോലി സ്ഥലത്താണല്ലേ വിളിക്കാട്ടാ. ഓക്കെ മോനെ. ഓക്കെ അമ്മ. ഓക്കെ. മതി ഫോൺ കളിച്ചത്. വർഷത്തിലൊരിക്കലല്ലേ നാട്ടിൽ വരുന്നത്. അപ്പോഴാണെങ്കിലും ഫ്രണ്ട്സുകൾ ഒന്നിച്ചങ്ങ് പുറത്തു പോകും. എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടായി തീർക്കേണ്ടത്? എന്താ അടിയത്? ഇതെല്ലാം നമുക്ക് നാളെ അമ്മ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ആ വഴിപാടുണ്ട് കഴിക്കാം. എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. സർവാർത്ഥ സ്വാതികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാതികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഗുരുവായൂരപ്പ, എന്റെ വിളി മോളെ. എന്തു പറ്റി മോളെ? അമ്മയ്ക്ക് സന്തോഷായി. ദേവി കടാക്ഷിച്ചു തോന്നുന്നേ. 5-6 വർഷമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്ത സങ്കടം, എന്നാലും ഇപ്രാവശ്യത്തെ വരവിൽ അത് മാറി കിട്ടിയില്ലേ? പിന്നെ നമ്മളമ്മ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പല വഴിപാടുകളും ഒക്കെ ചേർന്ന് ഒടുവിൽ നമ്മളെ അമ്പലത്തിലെ പൂജാരിയുടെ അടുത്ത് പോയി ആ വഴിപാട് ഭംഗിയായി. പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ അമ്പലത്തിലെ പൂജാരി, അദ്ദേഹത്തിൻ്റെ വഴിപാട് കൊണ്ടാണ് നമുക്കിതിൻ്റെ ഫലം കണ്ടത്. പിന്നെ അദ്ദേഹം എവിടെ പോയി പൂജ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ നിൻ്റെയും പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് നമുക്ക് ദൈവം തന്നത്. എന്തായാലും നീ ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞിനെ ഒരുപാട് ശ്രദ്ധിക്കണേ. പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഓക്കെ? കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അമ്മ വന്നത് പറയാ എല്ലാം ശുദ്ധമായിട്ടുണ്ട് കേട്ടോ. എന്നാ ഞാനങ്ങ് പോട്ടെ. പൂജാരി ഇവിടെ നിൽക്ക്. പൂജാരി കർമ്മം മാത്രം ചെയ്താൽ പോരാ, മറ്റു ചില കർമ്മങ്ങൾ കൂടി പൂജാരി ചെയ്തു തീർക്കാനുണ്ട്. എങ്കിൽ മാത്രമേ പൂജാരിയുടെ കർമ്മം പൂർത്തിയാവുകയുള്ളൂ.